ഹൈ ഓൾ, വെൽക്കം ടു നോലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ 7ാമത്തെ ക്ലാസ് ആണിത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ആണ് ഡൗൺ സ്ട്രീമും അതുപോലെ തന്നെ അപ്പ് സ്ട്രീമും. ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഇതൊരു റിവറാണ്. റിവറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷന് ഇങ്ങോട്ടാണ്. അതിൻ്റെ അകത്തൊരു ബോട്ടുണ്ട്. ഇതൊരു ബോട്ടാണെന്ന് സങ്കല്പിക്കുക, ഒരു ബോട്ടുണ്ട്. ഓക്കെ, അപ്പം ഡൗൺ സ്ട്രീം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ റിവറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് രണ്ടും പോകുന്നത് സെയിം ഡയറക്ഷനിൽ ആണെങ്കിൽ അത് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. ഓക്കെ, അപ്പം അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ബോട്ടിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ രണ്ടും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടേം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ടേംസ് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഈ ടേംസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പം അപ്പ് സ്ട്രീമിൻ്റെ കാര്യവും പറഞ്ഞു, ഡൗൺ സ്ട്രീമിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് ഡൗൺ സ്ട്രീം ആണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, അപ്പ് സ്ട്രീം ആണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ്, അതിൻ്റെ അകത്തൊരു തോണിയുണ്ട്. ഇതാണ് ഫ്ലോൻ്റെ ഡയറക്ഷൻ. അത് പോകുന്നത് ഏതാണ്? സ്ട്രീമിൻ്റെ വെലോസിറ്റി v ആണ്. ഇതിൻ്റെ വെലോസിറ്റി u ആണെങ്കിൽ ഡൗൺ സ്ട്രീം, അതായത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പം ഈ ഒരു സാധനം നിങ്ങൾ നേരത്തെ മുമ്പ് പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് കൺഫ്യൂസ് ആവരുത്. കാരണം അവിടെ രണ്ട് ഒബ്ജക്റ്റ് എന്താണ്? ഒന്നിൻ്റെ ഉള്ളിലല്ല, രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടാണ്. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ വാട്ടർ ബോഡിക്കിൻ്റെ അകത്താണ് എന്ത് വരുന്നത്? ബോട്ട് വരുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് വേറൊരു ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി എന്താക്കണം? ആഡ് ചെയ്യണം. ഡൗൺ സ്ട്രീം വെലോസിറ്റി പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വാട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് എന്തായിരിക്കും? ബോട്ടായിരിക്കും. അപ്പ് സ്ട്രീം വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ബോട്ട് മൈനസ് വെലോസിറ്റി ഓഫ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പം ഏതെങ്കിലും റിവറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്വിം ചെയ്യുന്നു. ഓക്കെ, അപ്പം അവിടെ നമ്മൾ സെയിം ഡയറക്ഷൻ, അതായത് ആ ഫ്ലോയുടെ സെയിം ഡയറക്ഷൻ, അതായത് ഒഴുക്കിൻ്റെ സെയിം ഡയറക്ഷനിൽ നീന്തുമ്പോൾ അല്ലേ നമുക്ക് പെട്ടെന്ന് നീന്താൻ പറ്റും. മീൻസ് നമുക്ക് കുറേ സ്പീഡ് കിട്ടുക. അതുപോലെ തന്നെ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ എന്തായിരിക്കും? നമ്മളെ കുറേ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും നീന്തി അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അത് എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാണ്, റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് കൺഫ്യൂസിങ് ആവരുത്. ഇത് ഇങ്ങനെയാണ് കാരണം ഇത് ഒരു ബോഡിയുടെ അകത്താണ് വേറൊരു ബോഡി വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം, റിവറിൽ നീന്തുന്ന ഒരു കോൺസെപ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം എന്നില്ല, ബട്ട് കാണാണ്ട് പഠിച്ചാൽ അത്രയും സിമ്പിളായിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ്? നമുക്ക് എന്താണ്? അപ്പ് സ്ട്രീം വെലോസിറ്റിയും തന്നു, ഡൗൺ സ്ട്രീം വെലോസിറ്റി തന്നു. അപ്പ് സ്ട്രീം വെലോസിറ്റി എന്താണ്? u മൈനസ് വി. ഡൗൺ സ്ട്രീം എന്താണ്? u പ്ലസ് വി. അതായത് നമുക്ക് തന്നത് എന്തൊക്കെയാണ്? എ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമാണ്. ഡൗൺ സ്ട്രീം എന്താണ്? u പ്ലസ് വി ആണ്. ബി എന്താണ്? അപ്പ് സ്ട്രീമാണ്. എന്താണ്? u മൈനസ് വി ആണ്. അതായത് ഈ സെയിം ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്താണ് u പ്ലസ് വിയും u മൈനസ് വിയും. ഓക്കെ, അപ്പം സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അതായത് ബോട്ടിൻ്റെ, അതായത് സ്റ്റിൽ വാട്ടറിൽ, അതായത് വാട്ടറിന് ഫ്ലോ ഇല്ലാത്ത സമയം ബോട്ടിൻ്റെ സ്പീഡ് അതെന്താണ്? അതാണ് ഈ യു. ഈ യു അങ്ങനെ കാണാം. ജസ്റ്റ് എയും ബിയും ആഡ് ചെയ്തിട്ട് എന്താണ്? അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, 2u/2 വരും. അപ്പം എന്ത് വരും? യു വരും. ഓക്കെ, അപ്പം ഇതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കാണാണ്ട് പഠിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് രണ്ട് ആ സമയത്ത് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രീം, അതായത് വാട്ടർ സ്ട്രീമിൻ്റെ കിട്ടാൻ എന്ത്? എയും ബിയും സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ രണ്ടോട് ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ സ്പീഡ് ഓഫ് ബോട്ട് വെൻ ട്രാവലിംഗ് ഡൗൺ സ്ട്രീം ഈസ് 32 km/h, വെറാസ് വെൻ ട്രാവലിംഗ് അപ്പ് സ്ട്രീം ഈസ് 28 km/h. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബോട്ടിൻ? അതായത് അപ്പ് സ്ട്രീമിൽ ട്രാവൽ ചെയ്യുമ്പം എത്രയാണ്? 28 km/h. ഡൗൺ സ്ട്രീമിൽ ട്രാവൽ ചെയ്യുമ്പം 32 km/h ആണ് ബോട്ടിൻ്റെ സ്പീഡിൽ. അങ്ങനെ ആൻസാൽ എന്താണ്? ബോട്ടിൻ്റെ സ്റ്റിൽ, അതായത് ഫ്ലോ ഇല്ലാത്ത വാട്ടറിൽ ബോട്ടിൻ്റെ സ്പീഡും അതുപോലെ തന്നെ എന്താണ് സ്പീഡ് ഓഫ് സ്ട്രീമുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ നേരത്തെ നമ്മൾ പഠിച്ചൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നല്ലോ, ഇത് യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഡയറക്റ്റായി ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് തന്നത് അപ്സ്ട്രീം വെലോസിറ്റി അറിയാൻ എന്താണ്, ഡൗൺ സ്ട്രീം u+v ആണ്. ഡൗൺ സ്ട്രീം എത്രയാണ്, 32 ആണ്. u-v ആണ് അപ്സ്ട്രീം, അത് എത്രയാണ്, 28. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് യുവും വിയും കിട്ടും. യു എന്താണ്, ബോട്ടിൻ്റെ സ്റ്റിൽ വാട്ടറിലെ വെലോസിറ്റിയും, വി എന്താണ്, സ്ട്രീമിൻ്റെ വെലോസിറ്റിയുമാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്പീഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്, 3 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് 15 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകും. അതുപോലെ തന്നെ 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ അപ്പ് സ്ട്രീമിൽ പോകും. അങ്ങനെ വെച്ചാൽ റിവർ കറൻറ്റിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് ഫസ്റ്റ് കാണേണ്ടത്. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്, സ്പീഡ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എന്ത് കാണാം, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് കാണാം. സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്താണ്, ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്, 15 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് തന്നത് 3 മണിക്കൂറും 45 മിനിറ്റും ആണ്. അപ്പോൾ നമ്മൾ ഇതെന്താക്കണം, മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3/4 ഹവർ എന്ന രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് രീതിക്ക് എഴുതാം, 3/4 എന്ന രീതിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു 15/4 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് സ്പീഡ് എന്താ കിട്ടും, 4 km/h കിട്ടും. ഏതിൻ്റെത്, ഡൗൺ സ്ട്രീമിൻ്റെത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് അപ്പ് സ്ട്രീം എത്ര ഉണ്ടാവും, ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ തന്നത്, 5 കിലോമീറ്റർ ആണ്, ബൈ സ്പീഡ് എന്താണ്, 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കഴിയുമ്പം 1/2 ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, 5/2 ഉണ്ടാവും. അപ്പം 2 km/h ആണ് എന്ത്, അപ്പ് സ്ട്രീമിലെ വെലോസിറ്റി. അപ്പം നമുക്ക് അപ്പ് സ്ട്രീമും കിട്ടി, ഡൗൺ സ്ട്രീമും കിട്ടി. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്, സ്പീഡ് ഓഫ് ദ റിവർ കറണ്ട്. അപ്പം എന്തായിരിക്കും, രണ്ടോട് സബ്ട്രാക്ട് ചെയ്യുക, ബൈ 2 ചെയ്താൽ മതി. സ്പീഡ് ഓഫ് റിവർ കറണ്ട് എന്താ, വി ആണ്. വി എന്താണ്, രണ്ടോട് സബ്ട്രാക്ട് ചെയ്യുക, 4 - 2 ഡിവൈഡ് ബൈ 2 ചെയ്ത് എന്ത് കിട്ടും, 1 km/h ആണ് എന്ത്, റിവർ ബെഡിൻ്റെ, അതായത് റിവർ കറൻറ്റിൻ്റെ വെലോസിറ്റി ആയിട്ട് വരുന്നത്. ഒന്നുകൂടി പറയാം, നമുക്കിവിടെ തന്നത് ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, അപ്പ് സ്ട്രീമിൻ്റെ കേസിലും ഡൗൺ സ്ട്രീമിൻ്റെ കേസിലും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് അപ്പ് സ്ട്രീമിലുള്ള സ്പീഡ് എന്താണെന്ന് കാണുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ് എന്താണെന്ന് കാണുക. അപ്പോൾ നമ്മൾ സ്പീഡ് കണ്ടു, അപ്പം ആ സ്പീഡ് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും കിട്ടി, അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡും കിട്ടി. ആ സ്പീഡിൻ്റെ ഡിഫറൻസ് എടുത്ത് ബൈ 2 ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് റിവർ കറൻറ്റിൻ്റെ സ്പീഡ് കിട്ടും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ബൈ 2 എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എ മാൻ ക്യാൻ റോ 6 km/h ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് സ്റ്റിൽ വാട്ടറിലുള്ള, അതായത് അയാൾ നോർമൽ സ്പീഡ് 6 km/h ആണ്. അതെന്താണ്, നമ്മളിപ്പം യു എന്ന രീതിക്ക് എടുത്താൽ യു ഈക്വൽ ടു 6 km/h ആണ്. ഇറ്റ് ടേക്ക് ഹിം ടു ടോയ്സ് ആസ് ലോങ് ടു റോ അപ്പ് ആസ് ടു റോ ഡൗൺ ദ റിവർ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞത്, അതായത് അയാൾ ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന ടൈമിൻ്റെ ഡബിൾ എടുക്കും എന്തിന്, അപ്പ് സ്ട്രീമിൽ പോകുമ്പോൾ. ഓക്കെ, അതായത് റിവറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനും അയാൾ പോകുന്ന ഡയറക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിം ആണെങ്കിൽ എന്ത് പറയുന്നത്, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന ടൈമിൻ്റെ ഡബിൾ എടുക്കും എന്ത്, അയാൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതായത് അപ്പ് സ്ട്രീമിലാണ് പോകുന്നതെങ്കിൽ. അങ്ങനെ ആണെച്ചാൽ ഇതിൻ്റെ വെലോസിറ്റിയുടെ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്താണ് അപ്പ് സ്ട്രീമിൽ എടുക്കുന്ന വെലോസിറ്റി, അതായത് അപ്പ് സ്ട്രീം വെലോസിറ്റി എന്തെടുത്തു, വി എഴുതണ്ട, കൺഫ്യൂസ് ആകും. അപ്പ് സ്ട്രീം വെലോസിറ്റി എ ആണ് എടുത്തോ, അത് എന്തൊക്കെ എടുത്തു, അതിപ്പം എക്സ് ആക്കി എടുത്താൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്തായിരിക്കും, 2x ആയിരിക്കും. കാരണം
ടൈം ഹാഫാണ് മീൻസ് എന്താണ് വെലോസിറ്റി ഡബിൾ ആവും. ഓക്കെ, ഇപ്പോൾ 2x എടുത്തു. അപ്പോൾ നമുക്ക് നേരത്തെ ഇതിപ്പോൾ എന്താ നമുക്ക് തന്നത് സ്റ്റിൽ വാട്ടറിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ സ്റ്റിൽ വാട്ടറിലുള്ള വെലോസിറ്റി എങ്ങനെ കാണുക? അപ്സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡഡ് ബൈ എന്താണ് 2 ആണ്. നമുക്കിവിടെ അപ്സ്ട്രീമും അറിയാം ഡൗൺ സ്ട്രീമും അറിയാം. ഓക്കെ, ഇപ്പോൾ എക്സ് പ്ലസ് 2x ഡിവൈഡ് ബൈ എന്ത് വരും 2 വരും ഈക്വൽ ടു 6. 3x ഈക്വൽ ടു 12, എക്സ് ഈക്വൽ ടു 4. ഓക്കെ, അതായത് അപ്സ്ട്രീം വെലോസിറ്റി എന്താണെന്ന് കിട്ടി 4 ആണെന്ന് കിട്ടി. അപ്പം ഡൗൺ സ്ട്രീം എന്തായിരിക്കും 2 × 4 8 ആയിരിക്കും. നമുക്ക് അപ്സ്ട്രീം വെലോസിറ്റിയും കിട്ടി ഡൗൺ സ്ട്രീം വെലോസിറ്റിയും കിട്ടി. നമ്മളെന്താ കാണാൻ പറഞ്ഞത് റേറ്റ് ഓഫ് സ്ട്രീം. അപ്പോൾ എന്താ കാണുക ഡൗൺ സ്ട്രീം മൈനസ് അപ്സ്ട്രീം ഡിവൈഡ് ബൈ 2 ചെയ്ത് എന്ത് കിട്ടും റേറ്റ് ഓഫ് സ്ട്രീം കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വരിക 8 - 4 ഡിവൈഡ് ബൈ 2 എന്താണ് വരിക 4/2, ദാറ്റ് ഈസ് 2 km/h ആണ് എന്ത് വരിക അതായത് കറണ്ടിൻ്റെ വെലോസിറ്റി ആയിട്ട് വരിക. ഒന്നുകൂടി പറയാം, നമ്മൾ ചെയ്തത് നമുക്കിവിടെ എന്താണ് ടൈം എടുക്കുന്നത് ഡബിളാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രപ്പോർഷൻ നോക്കിയിട്ട് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അപ്സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡ് ബൈ 2 ആയിരിക്കും എന്ത് സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, അത് കൊടുത്തു. അപ്സ്ട്രീമിൻ്റെ ഡൗൺ സ്ട്രീമിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത് നമുക്കറിയാം കറണ്ടിൻ്റെ വെലോസിറ്റി കാണാൻ എന്താ ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം മൈനസ് അപ്സ്ട്രീം ഡിവൈഡ് ബൈ 2 ചെയ്താൽ അതിൻ്റെ വെലോസിറ്റി കിട്ടും. അത് നമുക്ക് കിട്ടിയത് 2 km/h ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എന്താ പറഞ്ഞത് എ മാൻ ക്യാൻ റോ 7.5 km സ്റ്റിൽ വാട്ടർ if in a river running at 1.5 km/h take him 50 minutes to row to place and back, how far off is the place? അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് മേൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് സ്റ്റിൽ വാട്ടറിൽ. നമുക്ക് എന്താ യു ആക്കി എടുക്കാം. 7.5 ആണ് ആ വാട്ടർ കറണ്ട്. ആ വാട്ടറിൻ്റെ ഇത് തന്നിട്ടുണ്ട് എത്രയാണ് 1.5 ആണ്. അപ്പം ഇത് രണ്ട് കേസ് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അപ് സ്ട്രീം വെലോസിറ്റിയും കാണാൻ പറ്റും ഡൗൺ സ്ട്രീം വെലോസിറ്റിയും കാണാൻ പറ്റും. ഡൗൺ സ്ട്രീം എങ്ങനെ കാണുക u+v ആണ് ഡൗൺ സ്ട്രീം. എത്ര ഉണ്ടാവും 7.5 + 1.5 9 km/h ഉണ്ടാവും. അപ് സ്ട്രീമോ u-v ആണ് അപ് സ്ട്രീം. 7.5 - 1.5 ഉണ്ടാവും. എത്ര ഉണ്ടാവും 6 km/h ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി അപ് സ്ട്രീമും കിട്ടി ഡൗൺ സ്ട്രീമും കിട്ടി. പിന്നെ എന്താ പറഞ്ഞത് 50 മിനിറ്റ് കൊണ്ട് ഒരു സ്ഥലത്ത് അയാൾ പോവും. ഫോർ എക്സാമ്പിൾ അയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി, എന്നിട്ട് തിരിച്ചു വന്നു. ഇതിനെടുക്കുന്ന ടോട്ടൽ ടൈം എന്താണെന്ന് പറഞ്ഞത് 50 മിനിറ്റ് ആണ്. അതായത് ഒരു സ്ഥലത്ത് പോയി അവിടെ നേരെ തിരിച്ചു വന്നു. ടോട്ടൽ ടൈം 50 മിനിറ്റ്. അപ്പം ഇവിടേക്ക് കിട്ടിയ ഒരു ക്വാണ്ടിറ്റി ടൈമാണ്. അത് 50 മിനിറ്റാണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി അപ് സ്ട്രീമിൽ ട്രാവൽ ചെയ്ത ടൈം പ്ലസ് ഡൗൺ സ്ട്രീമിൽ ട്രാവൽ ചെയ്ത ടൈം എന്തായിരിക്കും 50 മിനിറ്റ് ആയിരിക്കും. നമുക്ക് അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും കാണാൻ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്കിവിടെ ആദ്യം തന്നിട്ടുള്ളത് എന്താണ് അപ് സ്ട്രീമിനും ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് വേണം ഡിസ്റ്റൻസും കൂടി വേണം. ആ ഡിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞത് കാണാൻ പറഞ്ഞത്. നമുക്കത് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ടൈം ഈക്വൽ എന്താണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പം x/9 + x/6 = 50. പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ 50 എന്താണ് മിനിറ്റ്സിലാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം അതിനെ ഹവറിലേക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ഹവറിലേക്ക് ആയിക്കോളും. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 6x + 9x = 50 ഡിവൈഡ് ബൈ 9 × 6 ഡിവൈഡ് ബൈ 6. ഓക്കെ, ഇവിടെ ഇത് 0 ഉണ്ടാവില്ല. നമുക്കിത് വെട്ടാം. 15x = 45, x = എന്ത് വരും 3 വരും. അതായത് ഈ ഡിസ്റ്റൻസ് എന്ത് വരും 3 വരും. അതാണ് നമുക്കെന്ത് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എന്താ പറഞ്ഞത്, 40 കിലോമീറ്റർ അപ്പ് സ്ട്രീമും 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 13 അവർ കൊണ്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ 30 കിലോമീറ്റർ അപ്പ് സ്ട്രീമും 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 10 മണിക്കൂർ കൊണ്ടും കവർ ചെയ്യും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈൻ ദ സ്പീഡ് ഓഫ് ദ മെയിൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് ദ കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നത്, 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് ടോട്ടലി കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈക്വൽ ഡിസ്റ്റൻസ് വരും, ബട്ട് ഇവിടെ 2 ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൈം തന്നിട്ട് എന്താണ്, അപ്പം 2 കൂടി വേണ്ട ടൈം, അതായത് അപ്പ് സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈം പ്ലസ് ഡൗൺ സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈം എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കേസിന് തന്നിട്ടുണ്ട്, ഈ കേസിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 2 ടൈം വന്നിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ 30 ഇവിടെ 30 ഇവിടെ 10 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ടൈം എങ്ങനെ കാണുക, അതിനു മുമ്പ് നമുക്ക് എന്തെടുക്കാം, അപ്പ് സ്ട്രീമിലെ വെലോസിറ്റിയും ഡൗൺ സ്ട്രീമിലെ വെലോസിറ്റിയും എടുക്കാം. അപ്പ് സ്ട്രീം എന്താണെന്ന് പറയാം. അപ്പ് സ്ട്രീമിന് നമുക്ക് x കിലോമീറ്റർ പെർ അവർ എടുക്കാം. ഡൗൺ സ്ട്രീമിന് എന്തെടുക്കാം, y കിലോമീറ്റർ പെർ അവറും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, 40 കിലോമീറ്റർ അപ്പ് സ്ട്രീമിൻ്റെ വെലോസിറ്റി എന്താണ്, x ആണ്. അപ്പം 40 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എന്താണ് 50 ഡൗൺ സ്ട്രീം, 55 ഡൗൺ സ്ട്രീം, 55 ഡിവൈഡ് ബൈ വൈ, അതെന്തായിരിക്കും 13 ആയിരിക്കും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് കേസ് എന്താ പറഞ്ഞത്, 30 കിലോമീറ്റർ അപ്പ് സ്ട്രീം, 30 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എന്താണ് 45 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 44 ഡിവൈഡ് ബൈ വൈ, അത് ഈക്വൽ എന്തായിരിക്കും തന്നത് 10 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അപ്പ് സ്ട്രീം വെലോസിറ്റിയും കിട്ടും, ഡൗൺ സ്ട്രീം വെലോസിറ്റിയും കിട്ടും. അപ്പം ഈ ഒരു കേസ് എടുത്ത് നോക്കിയാൽ, ഇപ്പം ഈ ഒരു കേസ് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഈക്വൽ എന്ത് കിട്ടും, 11 കിട്ടും, എക്സ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, അപ്പ് സ്ട്രീം വെലോസിറ്റിയും കിട്ടി, ഡൗൺ സ്ട്രീം വെലോസിറ്റിയും കിട്ടി. അപ്പോൾ നമ്മളെന്താ കാണാൻ പറഞ്ഞത്, ഫൈൻ ദ സ്പീഡ് ഓഫ് ദ മെയിൻ സ്റ്റിൽ വാട്ടർ. മെയിൻ്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്താണ്, അപ്പ് സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം, അപ്പ് സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 11 പ്ലസ് 5 ഡിവൈഡ് ബൈ 2 എത്ര ഉണ്ടാവും, 16 ബൈ 2 പറയുമ്പോൾ 8 ഉണ്ടാവും. 8 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും മെയിൻ്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ്. ഓക്കെ, കറണ്ടിൻ്റെ സ്പീഡ് എന്തായിരിക്കും, y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അത് എത്ര ഉണ്ടാവും, 11 മൈനസ് 5 ഡിവൈഡ് ബൈ 2, അത് എത്ര ഉണ്ടാവും, 3 കിലോമീറ്റർ പെർ അവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 8ഉം 3ഉം. സിമ്പിളായിട്ട് എന്താ ചെയ്തത്, നമുക്കിവിടെ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടോട്ടൽ ടൈം ടേക്കും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ടും കൂടി ഏഡ് ചെയ്ത് ടൈമിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ, അതായത് അപ്പ് സ്ട്രീമിലുള്ള ടൈം പ്ലസ് ഡൗൺ സ്ട്രീമിലുള്ള ടൈം ഈക്വൽ ടു ടോട്ടൽ ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ 2 ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ടാക്കുക, അത് സോൾവ് ചെയ്യുക, എന്നിട്ട് അപ്പ് സ്ട്രീമിലെ വെലോസിറ്റിയും കാണുക, ഡൗൺ സ്ട്രീമിലെ വെലോസിറ്റിയും കാണുക. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ലൈക്ക് എക്സ് പ്ലസ്, അതായത് അപ്പ് സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡ് ബൈ 2, അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം മൈനസ് അപ്പ് സ്ട്രീം ഡിവൈഡ് ബൈ 2 ഉള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റിൽ വാട്ടറുള്ള വെലോസിറ്റിയും വാട്ടർ കാറിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.